Hello friends, welcome to my channel. So, it is a helpful ആയിട്ടുള്ള ഇന്നത്തെ 10 ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. സോ ക്വസ്റ്റ്യൻസിലോട്ട് പോവാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ബ്യൂട്ടി ഈസ് ട്രൂത്ത്, ട്രൂത്ത് ബ്യൂട്ടി ഈസ് എ ഫേമസ് ലൈൻ ഫ്രം. 4 വർക്ക്സ് കൊടുത്തിട്ടുണ്ട്. അതിൽ ഈ ലൈൻ വരുന്ന വർക്ക് ഏതാണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. ബ്യൂട്ടി ഈസ് ട്രൂത്ത് ആൻഡ് ട്രൂത്ത് ബ്യൂട്ടി എളുപ്പമായിരിക്കും, എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എൻ എക്സാമ്പിൾ ഓഫ് എ ക്ലോസ്ഡ് സിലബിൾ. അപ്പോൾ ക്ലോസ്ഡ് സിലബിൾ എന്താണെന്ന് നമുക്ക് അറിയണം, എങ്കിൽ മാത്രമേ നമുക്ക് ഈ ഒരു വേർഡ് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. സോ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എൻ എക്സാമ്പിൾ ഓഫ് എ ക്ലോസ്ഡ് സിലബിൾ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹൂ ഈസ് ദ പ്രൊട്ടഗോണിസ്റ്റ് ഇൻ മാക്ബത്ത്. ഈസി ക്വസ്റ്റ്യൻ ആണ്. ഹൂ ഈസ് ദ പ്രൊട്ടഗോണിസ്റ്റ് ഇൻ മാക്ബത്ത്. നെക്സ്റ്റ് ഫോർത്ത് ക്വസ്റ്റ്യൻ, വാട്ട് ഡസ് ദ ഏൺ സിംബലൈസ് ഇൻ കീറ്റ്സ് പോയം. സോ കീറ്റ്സ് ഏൺ എന്നൊക്കെ കേട്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും, ഓഡോണെ ഗ്രീഷ്യനാണ്. സോ വാട്ട് ഡസ് ദ ഏൺ സിംബലൈസ് ഇൻ കീറ്റ്സ് പോയം. നെക്സ്റ്റ് ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ, ഇൻ അബോറിജിനൽ ഓസ്ട്രേലിയ ദ പോയറ്റ് എക്സ്പ്രസ്സസ്. എന്താണ് ആ പോയത്തിലൂടെ പോയറ്റ് എക്സ്പ്രസ് ചെയ്യുന്നതെന്നാണ് ചോദിക്കുന്നത്. ഇൻ അബോറിജിനൽ ഓസ്ട്രേലിയ ദ പോയറ്റ് എക്സ്പ്രസ്സസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, which poem is based on the idea of an aging warrior refusing to give up on adventure. അതാ ഒരു പോയത്തിൻ്റെ ഒരു മെയിൻ തീമാണ് അത് കൊടുത്തിട്ടുള്ളത്. അപ്പം അത് ഏത് പോയെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. വിച്ച് പോയം ഈസ് ബേസ്ഡ് ഓൺ ദ ഐഡിയ ഓഫ് ആൻ ഏജിങ് വാരിയർ റിഫ്യൂസിങ് ടു ഗിവ് അപ്പ് ഓൺ അഡ്വെഞ്ചർ. കിട്ടിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഗോയിങ് ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സെവൻത്ത് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ മെയിൻ ആർഗ്യുമെൻറ്റ് ഓഫ് E.M. Forster in On Tolerance. What is the main argument of E.M. Forster in On Tolerance? Next question. According to Stephen Gresham, language acquisition is. According to Stephen Gresham, language acquisition എന്താണ്? Language acquisition is a conscious process, a subconscious process, same as language learning, only applicable to adults. ഇതിൽ ഏതാണെന്ന് സെലക്ട് ചെയ്യുക. നെക്സ്റ്റ് ninth question, what is the main difference between language acquisition and learning? What is the main difference between language acquisition and learning? So going to the last question. In English, primary stress typically falls on. So in English language, primary stress typically falls on, whether it is in the first syllable or the final syllable or the most prominent syllable or the function words only. സോ അത് കണ്ടുപിടിക്കുക. സോ ഇത്രയാണ് ഇന്നത്തെ 10 ക്വസ്റ്റ്യൻസ്. സോ നമുക്ക് പെട്ടെന്ന് ആൻസേഴ്സ് ഒന്ന് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ബ്യൂട്ടി ഈസ് ട്രൂത്ത്, ട്രൂത്ത് ബ്യൂട്ടി ഈസ് എ ഫേമസ് ലൈൻ ഫ്രം. ഈസി ക്വസ്റ്റ്യൻ ആണ് അല്ലേ. ഓപ്ഷൻ ബി, ഓഡോണെ ഗ്രീഷ്യനാണ്. ഓഡോണെ ഗ്രീഷ്യനാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, which of the following is an example of a closed syllable. ഇപ്പോൾ ക്ലോസ്ഡ് സിലബിൾ എന്താണെന്ന് അറിയണം. എന്താണ് ക്ലോസ്ഡ് സിലബിൾ? ദ സിലബിൾ ദാറ്റ് എൻഡ്സ് വിത്ത് കൺസണന്റ് സൗണ്ട്. സോ ഇവിടെ അങ്ങനെ നോക്കുകയാണെങ്കിൽ പിന്നെ ഓപ്ഷൻസ് തന്നെ നമുക്കിത് കണ്ടുപിടിക്കാൻ പറ്റും. വേർഡ്സ് സ്കൈ, ഗോ, ട്രീ അതൊക്കെ വവൽ സൗണ്ടിലാണ് എൻഡ് ചെയ്യുന്നത്. ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി, കാറ്റ് ആണ്. കാറ്റ് മാത്രമാണ് എൻഡ്സ് വിത്ത് കൺസണന്റ് സൗണ്ട്. സോ സിലബിൾ എൻഡ്സ് വിത്ത് കൺസണന്റ് സൗണ്ട് ആണ് ക്ലോസ്ഡ് സിലബിൾ. So next question, who is the protagonist in Macbeth? Very easy question ആണ്. ആൻസർ ഓപ്ഷൻ സി, മാക്ബത്ത് തന്നെയാണ്. ഓപ്ഷൻ സി, മാക്ബത്ത്. നെക്സ്റ്റ് ഫോർത്ത് ക്വസ്റ്റ്യൻ, വാട്ട് ഡസ് ദ ഏൺ സിംബലൈസ് ഇൻ കീറ്റ്സ് പോയം? ദാറ്റ് ഈസ് ഓപ്ഷൻ ബി, ദ പെർമനൻസ് ഓഫ് ആർട്ട്. ദ പെർമനൻസ് ഓഫ് ആർട്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻ അബോറിജിനൽ ഓസ്ട്രേലിയ ദ പോയറ്റ് എക്സ്പ്രസ്സസ്. എന്താണ് അത് ആ പോയത്തിലൂടെ പോയറ്റ് എക്സ്പ്രസ് ചെയ്യുന്നത്? ആൻസർ ഓപ്ഷൻ ബി, ആങ്കർ ആൻഡ് ഗ്രിഫ് ഓവർ കൊളോണിയൽ ഒപ്രഷൻ. ആങ്കർ ആൻഡ് ഗ്രിഫ് ഓവർ കൊളോണിയൽ ഒപ്രഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് പോയം ഈസ് ബേസ്ഡ് ഓൺ ദ ഐഡിയ ഓഫ് എൻ ഏജിങ് വാരിയർ റിഫ്യൂസിങ് ടു ഗിവ് അപ്പ് ഓൺ അഡ്വെഞ്ചർ? ദാറ്റ് ഈസ് ഓപ്ഷൻ സി, യുലിസസ്. യുലിസസ് എന്നുള്ള പോയത്തിലാണ് ഈ ഒരു ഐഡിയ പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, what is the main argument of E.M. Forster in On Tolerance? That is very easy. B, tolerance is essential for a functioning society. Tolerance is essential for a functioning society.
Next question, according to Stephen Krashen, language acquisition is a subconscious process. Subconscious process ആണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. ലാംഗ്വേജ് അക്വിസിഷൻ ആസ് എ സബ്കോൺഷ്യസ് പ്രോസസ്. അതായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളൊരു ക്വസ്റ്റൻ ആണ് നെക്സ്റ്റ്. വാട്ട് ഈസ് ദ മെയിൻ ഡിഫറൻസ് ബിറ്റ്വീൻ ലാംഗ്വേജ് അക്വിസിഷൻ ആൻഡ് ലേണിംഗ്? സോ acquisition is subconscious while learning is conscious. അതാണ് ആൻസർ. മെയിൻ ലാംഗ്വേജ് അക്വിസിഷനും ലേണിംഗ് തമ്മിലുള്ള ഡിഫറൻസ് ആണ്, മെയിൻ ഡിഫറൻസ് ആണ് ലാംഗ്വേജ് അക്വിസിഷൻ ഈസ് subconscious while learning is conscious. Okay, last question. In English, primary stress typically falls on the most prominent syllable in a word. Adana answer. Not the first syllable or last syllable. The most prominent syllable in a word. Adana idinte answer. So ഇത്രയാണ് ഇന്നത്തെ 10 ക്വസ്റ്റ്യൻസ്. നിങ്ങളുടെ മാർക്കൊക്കെ വാലുവേറ്റ് ചെയ്ത് നോക്കുക, ഏതാണ് വീക്ക് ഏരിയ എന്നൊക്കെ കണ്ടുപിടിക്കുക. So see you on next video. Thank you.